മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ശക്തമായ സൂചനകൾ പുറത്തു വരുമ്പോഴും അതിനെ അതേ നാണയത്തിൽ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% ഉയർത്തിയിരുന്നു ട്രംപ്. ഓഗസ്റ്റ് 27 മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it. But we've had very productive talks today. Yes, ma'am. If you do reach a deal with Ukraine and Russia, would you drop the additional tariffs on India? Well, we'll determine that later. But right now they're paying a 50% tariff. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിക്കും. വിവരങ്ങളുമായി അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ട്രംപ് ആദ്യം പകരത്തിന് പകരം എന്നുള്ള നിലയിൽ 25% ചുങ്കം ചുമത്തിയാണ് ഇന്ത്യയെ വിരട്ടാൻ നോക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും റഷ്യയുമായിട്ടുള്ള ബന്ധം തുടരുന്നു എന്ന പേരിൽ വീണ്ടും 25% കൂടി. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 50% തീരുവയുടെ ഭീഷണിയാണ് ഇന്ത്യക്ക് മുകളിലുള്ളത്. ആദ്യം ഈ 25% തീരുവ നമുക്കറിയാം ഓഗസ്റ്റ് 1 പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് ഒരാഴ്ച കൂടി നീട്ടിവെച്ച് ഇന്ന് ഓഗസ്റ്റ് 7 പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഇനിയൊരു ഇരട്ടി തീരുവയുടെ ഭീതി കൂടി നിലനിൽക്കുന്ന സാഹചര്യം. 50% തീരുവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ കയറ്റുമതി അത് എത്രത്തോളം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത്. പക്ഷേ ഈ വെല്ലുവിളിയെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം അത് ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. അമേരിക്കൻ ഭീഷണികൾ തുടരുമ്പോഴും റഷ്യയുമായിട്ടുള്ള കച്ചവടത്തിൽ ഇന്ത്യ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ പ്രതികരിച്ചത് വെച്ചിട്ട് ഇന്ത്യയുടെ ഈ താരിഫുമായി മുന്നോട്ട് പോകും എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന ആദ്യഘട്ട 25% അധിക തീരുവ അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അടുത്ത ഘട്ടമായി ട്രംപ് ഇന്നലെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരമുള്ള അടുത്ത 25% കൂട്ടി 50% താരിഫ് അത് ഈ മാസം അവസാനത്തോടെ ആയിരിക്കും. അതായത് ഇന്നലെ മുതൽ 21 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 27 മുതലാണ് ഈ രണ്ടാം ഘട്ട താരിഫുകൾ നിലവിൽ വരികയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം സമയം തന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനായിട്ട് ഇന്ത്യക്ക് സമയം കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കാലാവധി നൽകിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ച് വെച്ചിട്ട് ചൈനയോട് ഉള്ള നിലപാട് എന്താണെന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൈനയുമായിട്ടും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് മേൽ ഈ താരിഫ് കൂടുതൽ താരിഫ് നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് പുറത്തുവിട്ട താരിഫ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയുടെ പേരില്ലായിരുന്നു. അതിന് അമേരിക്ക നൽകിയിട്ടുള്ള വിശദീകരണം ചൈന പോലെയുള്ള കുറച്ച് രാജ്യങ്ങളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങൾക്കായി ഒരു 90 ദിവസത്തെ സമയം നീട്ടി നൽകുന്നു എന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ അത്ര ദിവസത്തെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർക്ക് മേൽ കൂടുതൽ താരിഫ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ചൈന ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടും ഇപ്പോൾ മുന്നോട്ട് നീക്കം പോകുന്നു. അപ്പോൾ അതിനു മുൻപേ US-മായി എന്തെങ്കിലും തരത്തിലുള്ള വ്യാപാര കരാറിൽ ഏർപ്പെട്ടാൽ ഈ താരിഫ് ഒഴിവാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായി സമാനമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിൽ പ്രകാരമാണ് അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ അമേരിക്ക വികസിപ്പിക്കും എന്നുള്ളൊരു നയത്തിൻ്റെ പേരിൽ അവർക്കുള്ള താരിഫ് 19% കുറയ്ക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഇപ്പോൾ ഇന്ത്യയുമായി നിലവിൽ 5 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു. അടുത്ത ഘട്ട ചർച്ചകൾക്ക് വേണ്ടി ഓഗസ്റ്റ് 25 അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 6ാം ഘട്ട ചർച്ചകൾ അതോടുകൂടി നടക്കും. അപ്പോൾ ഈ 6ാം ഘട്ട ചർച്ചകൾക്കുള്ളിൽ ഒരു ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒരു തീരുമാനമാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയുടെ തീരുവയും അത് കുറയ്ക്കുന്ന നടപടിയിലേക്ക് അമേരിക്ക കടക്കും എന്നതല്ലേ?
അതെ, തീർച്ചയായിട്ടും. അമേരിക്ക ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി ഇപ്പോൾ ഒരു തുറന്ന പോരിന് അങ്ങനെ പോകുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അമേരിക്ക എന്തായാലും ഇന്ത്യ മിണ്ടാതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയുടെ ഈ ശക്തമായിട്ടുള്ള ആരോപണം, അതുപോലെ തന്നെ ഭീഷണി, ഇതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ മറുപടിയും നൽകുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത 25% കൂടി കൂട്ടി 50% ഈ താരിഫ് വർധനയിൽ അത് ഇന്ത്യ തീർച്ചയായിട്ടും പ്രതികരിച്ചത് ഇതൊരിക്കലും നീതീകരിക്കാനാകാത്തതും അന്യായവും അതുപോലെ തന്നെ യുക്തിരഹിതവുമാണെന്നാണ് ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ മറ്റ് കച്ചവട താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്വതന്ത്രമായിട്ടുള്ള രാജ്യ താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. 140 കോടി വരുന്ന ജനതയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഇതനുസരിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് മേൽ ഈ നികുതി അടിച്ചേൽപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അന്യായമാണ് എന്ന് തന്നെയാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഉൾപ്പെടെ അമേരിക്ക റഷ്യയുമായി നടത്തുന്ന മറ്റ് ഇപ്പോൾ യുറേനിയം പോലെയുള്ള മറ്റ് വസ്തുക്കൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൾപ്പെടെ ഇന്ത്യ ചൂണ്ടിക്കാട്ടി വിമർശിച്ചിരുന്നു. അപ്പോൾ അതിനോട് വൈറ്റ് ഹൗസിൽ ട്രംപിനോട് ചോദ്യം ഉന്നയിച്ചപ്പോഴും ട്രംപ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും നൽകിയിരുന്നില്ല. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രംപ് കൂടുതൽ വീമ്പ് പറഞ്ഞുകൊണ്ട് ഈ താരിഫിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വൈറ്റ് ഹൗസിലുള്ള ആ പ്രസ്താവനയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആപ്പിൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന $100 ബില്യൺ നിന്ന് മാറി അവർ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിരുന്നു. നമുക്കറിയാം ആപ്പിളിന്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലും ചൈനയിലും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിൽ കൂടുതൽ പ്ലാന്റുകൾ തുടങ്ങാനായിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് അമേരിക്കയിൽ ഇപ്പോൾ കൂടുതൽ ഇന്ത്യക്ക് 50% താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയിൽ ഇത്തരത്തിൽ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തുമെന്ന് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ അവരുടെ ഒരു ആധിപത്യം, പഴയ ആധിപത്യം അത് വീണ്ടും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രകാരമായിട്ട് അമേരിക്കയിലല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിപ്പുകൾക്ക് 100% താരിഫ് ചുമത്താനും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ ഈ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റിനെ ആപ്പിൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ആപ്പിൾ ഈസ് ഹോം കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ കമ്പനികളെ ആണെങ്കിലും അവരെ തിരിച്ച് അമേരിക്കയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെയുള്ള തന്ത്രങ്ങളും അത് അമേരിക്ക ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇത്തരത്തിൽ വമ്പൻ കമ്പനികൾ ഇന്ത്യ വിടുന്നു എന്ന സാഹചര്യം ഉള്ളതും ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ ഒരു സാഹചര്യം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള സംരംഭകരെയും വ്യവസായികളെയും വ്യാപാരികളെയും കർഷകരെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്ത് തീരുമാനമെടുത്താലും, അത് സ്വതന്ത്ര വ്യാപാര കരാറിൽ തീരുമാനമെടുത്താലും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിലും അത്തരത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത് കേന്ദ്ര വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എന്തായാലും ട്രംപിന്റെ ഈ ഭീഷണിക്ക് വഴങ്ങില്ല എങ്കിൽ പോലും സാഹചര്യത്തെ സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യാനാണ് കേന്ദ്ര വൃത്തങ്ങൾ ആലോചിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.